ഇത് സ്വാഭാവികമായും ഇതര സഭകളെ സംബന്ധിച്ച് ഇതര സഭകൾക്കെതിരെയുള്ള ഒരു ആക്ഷേപമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. ഭരണത്തിൽ ഇടപെടുന്നു, അതോടൊപ്പം തന്നെ ഭരണകർത്താക്കൾക്ക് തലവേദനയായി മറ്റു സഭകൾ മാറുമ്പോൾ മാർത്തോമ സഭ മാത്രമാണ് ചൈതന്യമുള്ള സഭ, അല്ലെങ്കിൽ സർക്കാരുകൾക്ക് ഭരണകർത്താക്കൾക്ക് തലവേദന ഉണ്ടാക്കാത്ത സഭ എന്നുമാണ് അദ്ദേഹം തൻ്റെ വാക്കുകളിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ തൻ്റെ ഒരു കഥയുണ്ട്. ആ കഥയെ ഉദ്ധരിച്ച ആ കഥ തൻ്റെ പ്രസംഗത്തിൽ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം ഇതാണ്: കുരിശിട്ട പിതാക്കന്മാർ കുരിശ് ഒഴിവാക്കിയാൽ കുരിശിന് ആശ്വാസമാകുമെന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അതിൻ്റെ വിശദാംശം ഇതാണ്. താൻ ദില്ലിയിലുള്ളപ്പോൾ കേരളത്തിൽ നിന്നുള്ള സഭയുടെ ചില പിതാക്കന്മാർ എത്തി. എന്തിനാണ് ഇപ്പോൾ ദില്ലിയിൽ വന്നത് എന്ന് അവരെ സ്വീകരിച്ച ശേഷം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, തങ്ങൾ സുപ്രീം കോടതിയിൽ ഒരു കേസുണ്ട്, അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടാണ് എത്തിയത് എന്ന് അവർ പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ചില സഭാ നേതാക്കന്മാർ അവിടെ എത്തി. അവരെയും സ്വീകരിച്ച ശേഷം ഞാൻ അവരോട് ചോദിച്ചു, എന്തിനാണ് എത്തിയത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ആദ്യം വന്നവരെ ശരിയാക്കാനാണ് തങ്ങൾ വന്നത് എന്നാണ് അവർ പറഞ്ഞത് എന്നും അദ്ദേഹം പറയുന്നു. സഭകൾ തമ്മിലുള്ള സ്പർദ്ധ വർദ്ധിക്കുന്നു എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അതോടൊപ്പം തന്നെ ഇതേ തുടർന്ന് തൻ്റെ പുസ്തകത്തിൽ കഥയിലുള്ള ജോലിക്കാർ തന്നോട് പറയുന്ന ഒരു കാര്യമായിട്ടാണ് അദ്ദേഹം ഇക്കാര്യം പറയുന്നത്. അതായത് കുരിശിൻ്റെ ആളുകൾ ആണ് ഇവരെല്ലാം, പക്ഷേ കുരിശ് ധരിച്ചാണ് ഇവർ എത്തിയിട്ടുള്ളത്. ഈ കുരിശ് ഒഴിവാക്കിയാൽ, അവർ ധരിച്ചിരിക്കുന്ന കുരിശ് ഒഴിവാക്കിയാൽ കുരിശിനെങ്കിലും ആശ്വാസം കിട്ടും എന്നാണ് തൻ്റെ കഥയിലുള്ളത് എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. സ്വാഭാവികമായിട്ടും ഇത് സഭാ നേതൃത്വത്തെ അല്ലെങ്കിൽ സഭയുടെ പിതാക്കന്മാരെ അവഹേളിക്കുന്നതിന് തുല്യമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്നുള്ളതിൽ സംശയമില്ല. ഒപ്പം സഭാ നേതാക്കന്മാർ, സർക്കാരുകൾക്ക്, ഭരണകർത്താക്കൾക്ക് തലവേദനയാണ് എന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു. ശ്രീകല, ചില സഭകൾ അവർക്ക് മാത്രമല്ല ഭരണകർത്താക്കൾക്ക് കൂടി തലവേദനയാണെന്ന് കേന്ദ്രമന്ത്രി കെ വി തോമസ് പറഞ്ഞു. വിശദാംശങ്ങൾ നൽകിയത് ദിനകർ. ദേശീയ